തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലി സിപിഎമ്മിൽ ഭിന്നത രൂക്ഷം. വി ജോയിയെ സെക്രട്ടറിയാക്കിയതിൽ വി ശിവൻകുട്ടി വീണ്ടും സംസ്ഥാന നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്താകെ സ്വീകരിച്ച പൊതുമാനദണ്ഡം ജോയിയുടെ കാര്യത്തിൽ ലംഘിച്ചുവെന്നാണ് ശിവൻകുട്ടിയുടെ വാദം. ജില്ലാ കമ്മിറ്റിയിൽ വി ജോയ് തുടരുന്നതിനോട് 3 പേർ മാത്രമായിരുന്നു യോജിച്ചത്. വിഷയത്തിൽ ഭിന്നത അതിരുവിടുമോ എന്ന സംസ്ഥാന നേതൃത്വത്തിന് ആശങ്കയുണ്ട്. സുനിഷ അയ്യൂർ വിവരങ്ങൾ നൽകും. സുനിഷ, ഈ അതൃപ്തി വി ശിവൻകുട്ടി നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഇപ്പോൾ വീണ്ടും സംസ്ഥാന നേതൃത്വത്തെ അത് അറിയിച്ചു എന്നുള്ളതാണോ? പുറത്തേക്ക് അതൃപ്തി പ്രകടമാക്കുന്ന പ്രതികരണത്തിലേക്ക് ശിവൻകുട്ടി നീങ്ങാൻ സാധ്യതയുണ്ടോ? സ്മൃതി, നിലവിൽ ഏതായാലും അത്തരമൊരു അതൃപ്തി പ്രകടമാക്കിക്കൊണ്ട് വി ശിവൻകുട്ടി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ വി ജോയ് ജില്ലാ സെക്രട്ടറി ആയതിന് പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള അതൃപ്തി അത് വി ശിവൻകുട്ടിക്കുണ്ട്. ഇപ്പോഴും പരിഭവം തുടരുകയാണ്. അതിന് പിന്നാലെ വീണ്ടും സംസ്ഥാന സെക്രട്ടറിക്ക് ഈ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ അതൃപ്തി ഭിന്നത രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഭിന്നത അതിരുവിടുമോ എന്നൊരു ആശയക്കുഴപ്പം, ആശങ്ക അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും വി ജോയി ഒരു സംഘടനാ തലത്തിൽ അല്ലെങ്കിൽ ഈ ജില്ലാ സെക്രട്ടറി ആകുന്നതിൽ അദ്ദേഹത്തിന്റെ സംഘടനാ മികവിനെ ആരും കുറച്ചു കാണുന്നില്ല. പക്ഷേ സാധാരണ രീതിയിൽ സിപിഎം കൊണ്ടു നടന്നിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതി, ആ കീഴ്വഴക്കത്തെ ലംഘിക്കുന്നതല്ലേ വി ജോയിക്ക് മാത്രം ഒരു പരിഗണന കൊടുത്തുകൊണ്ട് ചെയ്തത് എന്നുള്ളൊരു ചോദ്യമാണ് കമ്മിറ്റികളിൽ ഉയർന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ വി ജോയ് സെക്രട്ടറി ആകേണ്ട എന്നാവശ്യപ്പെട്ടത് 3 പേരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ പുതിയ ആളുകൾക്ക് അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടതില്ല. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം പോയവരെ, ഈ ജില്ലാ സെക്രട്ടറിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം മത്സരിക്കാൻ പോയവരെ എല്ലാം മാറ്റി നിർത്തിയിട്ടുണ്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നുമെന്നാണ്. പക്ഷേ വി ജോയിക്ക് മാത്രം എന്തുകൊണ്ട് പ്രത്യേക പരിഗണന നൽകുന്നു എന്നൊരു ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. വി ജോയി അല്ല എങ്കിൽ ഒരു യുവത്വത്തെ, പുതിയ തലമുറയെ അംഗീകരിച്ചുകൂടെ, പരിഗണിച്ചുകൂടെ എന്നൊരു ചോദ്യമാണ് മറുതലക്കൽ ഉയരുന്നത് എന്നുള്ളതാണ്. ഏതായാലും അതൃപ്തി രൂക്ഷമാകുന്നുണ്ട്, ഭിന്നത രൂക്ഷമാകുന്നുണ്ട്. ഇത് അതിരുവിടുമോ എന്നൊരു സംശയം കൂടി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. മേഖലാ റിപ്പോർട്ടിംഗ് വരുമ്പോൾ അതിലും ഈ അതൃപ്തിയെല്ലാം തന്നെ, ഈ വിഷയം ഉന്നയിക്കാനുള്ള ഒരു സാധ്യത കൂടി പാർട്ടി മുൻകൂട്ടി കാണുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഭിന്നത പരിഹരിക്കാൻ എന്ത് വേണമെന്നുള്ളതാണ് പരിഭവം വി ശിവൻകുട്ടി അറിയിച്ചൊരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ മയപ്പെടുത്തേണ്ടത് കൂടി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നിലവിൽ നിരവധി സാഹചര്യങ്ങൾ, തോൽവിയുടെ ഒരു പശ്ചാത്തലമുണ്ട്. നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി അടക്കം ഭരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സമരപരിപാടികളെല്ലാം ആസൂത്രണം ആലോചിക്കേണ്ടത് കൂടിയുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ സംഘടനാ തലത്തിൽ മികവ് തെളിയിക്കുന്ന ഒരാളെ ജില്ലാ സെക്രട്ടറി ആക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി നേതാക്കളെല്ലാം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ശിവൻകുട്ടിയുടെ അതൃപ്തിയിൽ ഏത് രീതിയിൽ പരിഹാരം കാണുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പക്ഷേ ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലി പാർട്ടിക്കകത്ത് വലിയ തരത്തിൽ ഭിന്നത അത് രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് സ്മൃതി. ശരി, സുനിഷ അയ്യൂരാണ് വിവരങ്ങൾ നൽകിയത്.